ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചക്കയുടെ ഉപ്പേരിയാണ്. ഇടിഞ്ചക്കയുടെ ഉപ്പേരിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇവിടെ ഇടിഞ്ചക്കയുടെ കൂടെ ഞാൻ മുതിരയും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു അര ഗ്ലാസ് മുതിര വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം ആദ്യം അതിട്ട് കൊടുക്കുക. അതിന് ശേഷം കഴുകി അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചക്കയും ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും 2 പച്ചമുളക് നടുകെ കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങയും അരമുറി തേങ്ങയും ചെറിയ ജീരകം ഒരിത്തിരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/4 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അരിഞ്ഞത് ഈ കടുകിട്ട പാനിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഈ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ചക്കയിലോട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. കഴുകി വാർത്തെടുക്കാതെ കഴുകിയ പാട് തന്നെയാണ് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ചക്കയിൽ കഴുകിയ വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് 5 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കുക്കറിൽ നിന്നും ഈ പാനിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിൽ ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ ഉള്ളിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്താണ് ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചക്ക ഉപ്പേരി ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങളുടെ കമൻ്റ് അയക്കാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി